ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഡോറൊക്കെ തുറന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. തലേന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാലുകുപ്പി കൊണ്ട് വെച്ചിട്ട് പാലെടുക്കാവേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 6 ആയിട്ടുണ്ട്. കാര്യം പോയി പാലെടുത്തിട്ട് തരാം. പാല് പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് തരാം. പിന്നെ പാലിൻ്റെ കുറേ ദിവസത്തെ കുട്ടികളുണ്ട് കേട്ടോ കൊടുക്കാൻ. പാല് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ ഒരു 6 മണി 6:15 ആകുമ്പോഴത്തേക്ക് പാല് കിട്ടുന്നുണ്ടേ. അപ്പം നമ്മൾ പാലൊക്കെ എടുത്തിട്ട് വരികയാണ്. ഞാൻ ഡെയിലി ഉള്ള കുപ്പികൾ അങ്ങനെ ഡെയിലി വയ്ക്കാറില്ല. എന്നും വയ്ക്കണമെന്ന് വിചാരിക്കും, പക്ഷെ വയ്പ്പ് നടക്കത്തില്ല കേട്ടോ. ഒരു കുറേ ദിവസങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ, അതായത് ഒരു 3-4 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോഴായിരിക്കും കുപ്പി കൊണ്ട് വെക്കുക. പക്ഷേ ആൻറ്റിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര സീരിയസ് ആവാത്തത്. സാധാരണ വീടുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പാൽ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുപ്പി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ കിടന്ന് അലയ്ക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആൻറ്റി ഒന്നും പറയാറില്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അത്ര ചൂടും ഇല്ലാത്തത്. കുപ്പി കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി എന്താ? ചായയുടെ ചടങ്ങ് തന്നെ. എല്ലാവരും എനിക്ക് തോന്നുന്നു രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായയോടുകൂടി തന്നെ ആയിരിക്കും ഒരു ദിവസം തുടങ്ങുന്നതല്ലേ. ഞാൻ കുറേയൊക്കെ ചായ ഒഴിവാക്കാൻ നോക്കിയേ, പക്ഷേ പറ്റത്തില്ല. കാരണം എനിക്ക് തലവേദന എടുക്കും. വൈകിട്ടൊക്കെ എനിക്കൊന്ന് പിന്നെ ഒഴിവാക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഡയറ്റൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മധുരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നൈസായിട്ടൊക്കെ ചായയൊക്കെ ഒന്ന് ഒഴിവാക്കി തുടങ്ങി. പക്ഷേ പറ്റുന്നില്ല. ചായ ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. എനിക്ക് തലവേദന എടുക്കും. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ തലവേദന എടുക്കുന്നത്? ഞാനുണ്ടാക്കി കൊടുത്തില്ല. ഞാനും മമ്മിയൊക്കെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. എനിക്കൊന്നും ഇതൊക്കെ എങ്ങനെ നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തു നിന്നൊക്കെ മാറാൻ ഭയങ്കര പാടാണല്ലേ. അപ്പോൾ പിന്നെന്താണ്, രാവിലെ ഇപ്പോൾ ചായ ഇടുക കേട്ടോ. പിന്നെ ഈ ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. വെള്ളം തിളപ്പിച്ചെടുക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കുടിവെള്ളം ഒരു കലം തിളപ്പിച്ചിടുവേ. ചിലപ്പം ഒരു ദിവസം ഫുള്ള് കൊണ്ട് അത് തീരും, ചിലപ്പോൾ അടുത്ത ദിവസം ഒരു ഉച്ച വരത്തേക്ക് കാണും. ഇപ്പം പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് ഒരു കലത്തിന് തിളപ്പിച്ചിട്ടാൽ നമുക്ക് തികയാറില്ല കേട്ടോ. അപ്പോൾ ഡെയിലി തന്നെ തിളപ്പിക്കേണ്ട ഒരു രീതിയാണേ. പിന്നെന്താണ്, ചോറ് വെച്ച് വിട്ടാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി ചോറ് വെച്ച് വിട്ടാൻ പോവുകയാണേ. ചോറ് വെച്ച് വിട്ടാന്ന് വെച്ചാൽ തലേന്നത്തെ ചോറ് കുറച്ച് അധികത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ചീത്തയായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചത് ഊറ്റിയെടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ ഊറ്റിയെടുക്കുകയാണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഈ തലേന്നത്തെ ചോറ് ഒരു 3-4 വെള്ളത്തിൽ കഴുകും. കാരണം ചീത്തയായിട്ടുണ്ടായതുകൊണ്ടല്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കും, ചിലപ്പോൾ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ കൊണ്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും മിനിമം 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഇടും കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, നമ്മുടെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ ചോറിനകത്ത് ഉപ്പിട്ടിട്ടാണ് ഊറ്റിയെടുക്കാറ്, നോർമൽ ചോറ് വെക്കുമ്പോഴും തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷേ എൻ്റെ സൈഡിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും ഇടത്തില്ല. ഞാനിവിടെ കല്യാണം കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ എനിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും നാൾ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി, അത്രയും ഒരു കാലം വരെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ചോറ് കഴിക്കാനെ കൊണ്ട്. അങ്ങനെ നമ്മൾ ആ ചോറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ പറമ്പിൽ വന്നിട്ട് നമുക്കിന്ന് കുറേ ചീരകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് മത്തയുടെ ഇലയില്ല കേട്ടോ. നമ്മുടെ പഴയ മത്തങ്ങ കിളിക്കാത്തത് കൊണ്ട് നമ്മളതെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പുതിയ വിത്തുകളൊക്കെ പാവി അവിടെ വെച്ചിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള ചീരകളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇന്നൊരു ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളിന്ന് മത്തയിലയും കൂടി ഇടുമായിരുന്നല്ലോ. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നാൾ പറിച്ചതിൽ നിന്ന് ഇന്നാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചീര കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചീര. ഇന്ന് ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ തോരൻ വെക്കും അരിയുമ്പോഴും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചോറ് കഴുകാനെടുത്തത് ഒരു 2-3 വെള്ളത്തിൽ ഞാൻ കഴുകാൻ അങ്ങനെ ഇട്ടിട്ടായിരുന്നു. ഞാൻ കഴുകി കളഞ്ഞ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് അപ്പോഴത്തേക്ക് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, ആ ചോറ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ അങ്ങ് തിളച്ചോളുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഉപ്പിൻ്റെ കാര്യം. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയങ്ങളിലൊക്കെ. ഇങ്ങനെ ഉപ്പിട്ട ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കൊല്ലം സൈഡിലോട്ടൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചോറിനകത്ത് ഉപ്പിട്ട് കഴിക്കുന്നൊരു ഏർപ്പാട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല.
ഇല്ല, ചോറിനകത്ത് ഉപ്പിട്ട് ശീലിച്ച് കഴിഞ്ഞ് അത് കഴിച്ചപ്പോഴത്തേക്ക് ഈ ഉപ്പിടാതെ കഴിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട്, എന്തോ ഒരു ടേസ്റ്റ് ഇല്ലായ്മ. ഇനി എന്തൊക്കെ കറി ഒഴിച്ചെന്ന് പറഞ്ഞാലും ഒരു ടേസ്റ്റ് ഇല്ലായ്മ ഫീൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഒന്നും ഇങ്ങനെ ഉപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അവിടെയൊക്കെ ചെന്നാൽ ചോറ് കഴിക്കാനേ. അപ്പോൾ പക്ഷേ അവർക്കങ്ങനെ ഒരു ശീലമില്ലല്ലോ. അപ്പം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ ആ ശീലം മാറ്റാനും പോവാറില്ല കേട്ടോ. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളില്ല ഒഴുക്കിന് ഒത്ത് പോവുകയാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിശപ്പ് വന്നാൽ ഇനിയിപ്പം കഴിച്ചല്ലേ, എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, ഏതോ നാട്ടിൽ ചെന്നാൽ പാമ്പ് കഷ്ണം തിന്നേണ്ടി വന്നാലും അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കതൊരു പ്രശ്നമായിട്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ചോറൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് നമ്മളത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, കിച്ചൂസിൻ്റെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം അവന് സ്കൂളിൽ കൊണ്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. പിന്നെ മോരുകറിയൊക്കെ ഉണ്ട്, തലേന്നത്തെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവന് കൊടുത്തു വിടാനൊക്കെ ഉണ്ട്. മോരുകറി ഇരിപ്പുണ്ട്, പിന്നെ ഈ ചീരത്തോരൻ വെക്കണം. ചീരത്തോരൻ കൊടുത്തു വിട്ടാലും കണക്കാട്ടോ, വലുതായിട്ട് കഴിക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ കൊടുത്തു വിടും, കഴിക്കുന്നെങ്കിൽ എങ്ങാനും കഴിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തു വിടും കേട്ടോ. അങ്ങനെ ചീരത്തോരനും കൊടുക്കണം. പിന്നെന്താണ്, അങ്ങനെ കറികളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു മുട്ട പൊരിക്കണം. പിന്നെ ഞാനിവിടെ കുടിവെള്ളത്തിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ നിന്ന് മമ്മി തന്നതാണ്, എൻ്റെ വീട്ടിൽ നിന്ന്. ഇത് എന്താണ്, മറ്റേ പതിമുഖമാണോ, ഒരു നമ്മുടെ വീടുകളിലൊക്കെ കിളിച്ച് നിൽക്കുന്ന ഒരു മരമാണേ, പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തടിക്കഷ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ റെഡ് കളറിലെ വെള്ളം വരും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ചീര തോരൻ വെക്കണം. അപ്പോൾ ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചീരയൊക്കെ ഒന്ന് കഴുകി എടുക്കുവാണേ. ആദ്യമേ ബേസണിലോട്ടിട്ട് ചീര കട്ട് ചെയ്ത് കൊണ്ടുവന്ന്, മഴയൊക്കെ നനഞ്ഞിരിക്കുന്ന നമ്മുടെ പറമ്പിൽ തന്നെയുള്ള, നമ്മൾ കീടനാശിനികളോ കാര്യങ്ങളോ ഒന്നും അടിച്ചൊന്നുമല്ല, അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാലും ഉണ്ടെങ്കിലും ചെറുതായിട്ടിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. അപ്പോൾ എന്നാലും അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചീരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നമുക്കിനി ഇന്ന് രാവിലെ വെള്ളം ഉണ്ടായിരുന്നേ, ജപ്പാൻ്റെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്നേരം അങ്ങനെ വെള്ളം ഇങ്ങനെ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമേ ഉണ്ടല്ലോ ചീരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് തേങ്ങ അരച്ച്, ചിലവരൊക്കെ ഉണ്ടല്ലോ സവാള ഇടും ഇതിനകത്ത്. പക്ഷേ ഞാൻ സവാള എടുത്തില്ല. ഇവിടെ മമ്മിയൊക്കെ വെച്ച് ഇതിനകത്ത് സവാള ഇടും. പക്ഷേ എനിക്കതത്ര ഒരു ടേസ്റ്റായിട്ടോ ഒരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ ഇട്ട് തോരനകത്തൊക്കെ നമ്മൾ സവാള ഇടും, പക്ഷേ ഈ ഇലത്തോരനകത്തൊക്കെ സവാള ഇടുന്നത് അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ. ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും അങ്ങനെ ഇലത്തോരനകത്ത് സവാള ഇടുന്ന ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല. തേങ്ങ അരച്ചങ്ങ് അരപ്പിട്ടെടുക്കത്തതേ ഉള്ളൂ. സവാള ഇട്ടൊരു ശീലം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കുനുകുനാന്നരച്ചെടുക്കും. എനിക്കുണ്ടല്ലോ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ ചീരയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരിയുമ്പോഴല്ലോ ഈ കയ്യിൽ വെച്ച്, മമ്മിയൊക്കെ ആണെങ്കിൽ കയ്യിലൊക്കെ പിടിച്ചാണ് അരിയുന്നത്. പക്ഷേ എനിക്കതൊട്ടും പറ്റത്തില്ലേ. ഈ കയ്യിൽ ഉറയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് അരിയുന്നത്. പക്ഷേ എനിക്കത് പാടാണേ. ഞാൻ അരിയുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ തന്നെ ഇങ്ങനെ കൂട്ടി പിടിച്ച് വെച്ചിട്ട് എന്ത് എളുപ്പമാണെന്നറിയോ. നമ്മളിങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ച് അരിയുന്നതിനെക്കാട്ടിൽ എന്തൊരു എളുപ്പമാണെന്നറിയോ കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മമ്മിയൊക്കെ എന്നോട് ചോദിക്കും എങ്ങനെ പറ്റുന്നെന്ന്. ഞാൻ അപ്പോൾ അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ കയ്യിൽ വെച്ചാൽ നിങ്ങൾക്കിത് എങ്ങനെ പറ്റുന്നെന്ന്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിയാനൊക്കെ ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്താണ് കോവയ്ക്ക, പിന്നെ പാവയ്ക്ക, ഇതൊക്കെ ഞാനിങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് നൈസായിട്ട് അരിയും. ഭയങ്കര എത്രത്തോളം തിന്നാക്കാവോ അത്രത്തോളം തിന്നായിട്ട് അരിയുവേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാനൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ഈ ചീരത്തോരൻ എന്നല്ല കേട്ടോ, ഇലത്തോരങ്ങളൊക്കെ ഒട്ടുമിക്ക തോരനുകളും എനിക്കിഷ്ടമാണ്. പിന്നെ എന്താണ്, ഈ ചീരയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് തരുന്നൊരു സംഭവമല്ലേ. അപ്പം ചീര മാത്രമല്ല കേട്ടോ, മുരിങ്ങയുടെ ഇലയും സൂപ്പറാണ്. പക്ഷെ ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ഇലത്തോരൻ ഞാൻ കഴിക്കുന്നത് പറഞ്ഞെങ്കിലും മുരിങ്ങയിലയുടെ തോരൻ എനിക്കിഷ്ടമല്ല. അതിനൊരു വല്ലാത്തൊരു കമർപ്പാണ്, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലേ. അപ്പം നമ്മൾ ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടുന്നത് എന്താണ്, തേങ്ങ. അങ്ങനെ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തലേന്ന് ഞാൻ
പച്ചരി വെള്ളത്തിലിടാൻ മറന്നുപോയി. ഈ ദോശ ഉഴുന്ന് അങ്ങനെയുള്ള സംഭവത്തിനുള്ള ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉള്ള മാവാട്ടാൻ വേണ്ടിയിട്ട് അരി ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ടാസ്ക്കാണ്, കാരണം പിന്നെ ജോലിയെല്ലാം കൂടെ പാടാം. ഞാൻ രാവിലെ ഇവിടെ ഏറ്റവും കൂടുതൽ ചപ്പാത്തി കൂടുതലും ഉണ്ടാക്കുന്നത്, ഇൻ കേസ് അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നാൽ ഉണ്ടാക്കുന്നത് കിച്ചൂസിന് സ്കൂളിൽ പോവേണ്ടാത്ത ദിവസമാണ് കേട്ടോ. അതാകുമ്പോൾ ഇച്ചിരി ഇതൊക്കെ നിന്ന് സ്ലോ മോഷനിൽ പോയാലും കുഴപ്പമില്ലല്ലോ. മറ്റേത് രാവിലെ ചോറൊക്കെ വെക്കേണ്ടതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതെല്ലാം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ കാപ്പിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വെച്ചെന്നൊരു അവലാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഞാൻ ഈ അവലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയും ചിരകി ഇട്ടിട്ട് ഈ അവലും ഇട്ടിട്ട് കുറച്ച് നെയ്യും ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ചിങ്ങെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്. പക്ഷേ നമുക്ക് വലിയവർക്ക് തിന്നാൻ അങ്ങനെ ഇപ്പോൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമിയെടുത്താലും നമുക്ക് വലിയവർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം കിച്ചൂസ് ഈ പറയുന്ന അവലെ സാധനങ്ങളൊന്നും കിച്ചൂസിന് അധികം ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ കിച്ചൂസ് കഴിച്ചോളും, അവന് കുഴപ്പമില്ല, അവൻ അത്യാവശ്യം കഴിച്ചോളും, കുഴപ്പമില്ല. അപ്പം ഞാനങ്ങനെ അവലൊക്കെ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ അവൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് കേട്ടോ. പക്ഷെ നല്ല പനിയുണ്ട് അവന്. ഇന്ന് നല്ല പനി ആയതുകൊണ്ട് ഇന്നലെ ഞാൻ സ്കൂളിൽ വിട്ടില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോഴും ഭയങ്കര ചുമയും, രാത്രിയിലേ നല്ല ചുമയുണ്ടായിരുന്നു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവന്. അപ്പോൾ പക്ഷേ അവന് ഈ കഫം അങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ അവന് അലർജിയുടെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അവന് കഫക്കെട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഇച്ചിരി താമസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല മൂക്കൊലിപ്പും ഭയങ്കര അവശത ഫീൽ ചെയ്തു. പക്ഷേ അവന് ആക്ടിവിറ്റീസിനൊന്നും കുഴപ്പമില്ല, ഹൈപ്പർ തന്നെയാണ്. പക്ഷേ എന്നാലും നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവനൊരു വല്ലായ്ക ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സത്യം പറയുന്നത് അവനെ സ്കൂളിൽ വിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതപ്പം നമ്മൾ അവൽ നനച്ച് മാറ്റിയിട്ട് ആ ജാറ് കഴുകി എടുത്തിട്ട് എന്താക്കി, ബാക്കി തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചൊന്ന് എടുത്തിട്ട് നമ്മൾ പാൻ വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടിട്ട് ആദ്യമേ കുറച്ച് തേങ്ങ തിരികെ ഇതിടും, അതിൻ്റെ മണ്ടയിൽ കുറച്ച് ചീര അരിഞ്ഞ് വെച്ചേക്കുന്നതിടും, അതിനകത്ത് വീണ്ടും തേങ്ങ ഇട്ട് പൊത്തി വെക്കും, വീണ്ടും ചീര ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓക്കെ ആയിക്കോളും. അങ്ങനെ അത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മീൻ പൊരിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ മമ്മി പുറത്തുനിന്ന് വിളിച്ചു, പപ്പയ്ക്കായ പഴുത്ത് നിൽക്കുന്നു, വാ നമുക്ക് പറിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം കോവേണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ കയറാമെന്ന്. പിന്നെ എനിക്കൊരു പേടി, അതിനകത്ത് ചാരി വെച്ചിട്ട് എങ്ങാനും വീണാലോ. എന്നിട്ട് ഞാൻ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് പപ്പ അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങനെ പപ്പയ്ക്കൊക്കെ പറിക്കുകയാണ് കേട്ടോ. ഈ പപ്പയ്ക്കയുടെ പേരെന്താ, റെഡ് ലേഡി അല്ല കേട്ടോ. റെഡ് ലേഡി നല്ല ടേസ്റ്റ്. താഴത്തെ ആൻറ്റി ഒരുക്കെ നമുക്ക് റെഡ് ലേഡി തന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി ആ തന്നതിനകത്തുനിന്ന് നമ്മളിവിടെ അതിൻ്റെ ഉള്ളിൽ വിത്ത് എടുത്തിട്ട് നന്നായിട്ട് പാകിയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കാം, നമുക്കത് കിളിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അതിന് കായ്ഫലം കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാവേ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് അത് വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീരത്തോര ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ റെഡിയാക്കിയ പാത്രത്തിനകത്ത് തന്നെ വെച്ചേക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അതിനകത്ത് നിന്ന് എടുത്ത് അടുത്ത പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടും, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാം കണക്ക് തന്നെ. പാത്രം വീണ്ടും കഴുകണം, അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇടാനുള്ള അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തെങ്ങിനകത്ത് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ വന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ പറിച്ചു തന്നു. അതിനുശേഷം നമ്മൾ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പിന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ എന്താക്കി, നമ്മൾ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻകറി ഞാൻ രാവിലെ എടുത്ത് വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മീൻകറി എന്ന് വെച്ചാൽ മമ്മി തേങ്ങ വറുത്തരച്ചിട്ട് വെച്ചൊരു അടിപൊളി മീൻകറി ആയിരുന്നേ. അപ്പോൾ ഈ മീൻകറി ഇന്ന് വെച്ചിട്ട് ഇന്ന് കഴിക്കുന്നതിനേക്കാട്ടും നല്ലത് നാളെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊറോട്ടയും മീൻകറിയും കൂടെ കൂട്ടി ചായയൊക്കെ ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സെക്ഷനാണ് കേട്ടോ. ഇവിടെ പിന്നെ എത്ര ക്ലീനാക്കി ഇട്ടാലും അതുപോലെ കിടക്കുമെന്നൊന്നും ഞാൻ പറയത്തില്ല. ചില സമയത്തൊക്കെ കിടക്കാറുണ്ട്, ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവത്തില്ല എന്ന് പറയുന്ന പോലെ കേട്ടോ. കിച്ചൂസിന് ഞാനൊരു ടെൻറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ടെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം അത് വാങ്ങിച്ചത് അബദ്ധമായോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല കേട്ടോ. കാരണം തലേന്ന് രാത്രിയിൽ ഉറങ്ങാൻ നേരം ഈ ടെൻറ്റ് തറയിൽ വെച്ചിരുന്നതാണേ.
തറയിൽ നമ്മുടെ റൂമിൻ്റെ തറ വെച്ചിരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം, ഇവൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നമുക്ക് കട്ടിലേ വെക്കാടാ, കട്ടിലെ ടെൻറ്റ് വെക്കാടാ. അപ്പോൾ അവൻ സമ്മതിക്കത്തില്ല, വേണ്ട തറയെ മതി, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം. അപ്പോൾ ഞാനങ്ങനെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ലാസ്റ്റ് ഞാൻ എടുത്ത് കൊട്ടി കട്ടിലേ വെച്ചു. കട്ടിലേ വെച്ചപ്പോൾ എൻ്റെ ദൈവമേ, പിന്നെ എനിക്ക് അതിനകത്ത് കിടക്കാൻ സ്ഥലമില്ല, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കിച്ചൂസേ, നമുക്ക് തറയിൽ തന്നെ വെക്കാം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ ടെൻറ്റ് ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിലാണ് കേട്ടോ. ഈ ഫാൻ നേരെ ഇതിൻ്റെ തലയിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് അതുമല്ല AC ഡയറക്റ്റ് വന്ന് ഈ ടെൻറ്റിലോട്ട് അടിക്കണം. അപ്പോൾ ഇവന് ഈ കഫക്കെട്ട് ഉണ്ടായതുകൊണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ഇന്ന് ഈ ടെൻറ്റ് താഴെ വെച്ച് എന്നിട്ട് കട്ടിലിൽ തന്നെ കിടക്ക്, നമുക്ക് പനിയൊക്കെ മാറിയിട്ട് ടെൻറ്റിൽ കിടക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ ടെൻറ്റ് എടുത്ത് വീണ്ടും താഴെ പൊക്കി വെച്ചിട്ട് ഇവന് ഞാനിവിടെ കട്ടിലിൽ കിടന്നു. രാത്രിയിൽ എണ്ണീറ്റ് ഞാനാണെങ്കിൽ വാഷ്റൂമിൽ പോയി എണ്ണീറ്റപ്പോഴത്തേക്കുണ്ടല്ലോ, താഴെ നോക്കിയപ്പോൾ എന്തൊരു പാറുകാലി, ഇത് എവിടെ നിന്ന് വരുന്നെന്ന് ഒരു പിടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കൊച്ചായിട്ട് ടെൻറ്റിനകത്ത് രാത്രി കിടപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പാറൂലായിട്ട് ടെൻറ്റിനകത്ത് കയറിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ദൈവമേ, എനിക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. പെട്ടെന്നുണ്ടല്ലോ അവിടെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു, ഇവൻ്റെ പെൻസിലും പേനയൊക്കെ ഞാൻ ഇട്ടേക്കുന്ന ഒരു പഴയ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വെപ്രാളത്തിൽ എൻ്റെ കയ്യിലൊന്നും കിട്ടും, ഞാൻ പെട്ടെന്ന് ഗ്ലാസ് എടുത്തിട്ട് അതിനെ പിന്നെ അതിനെ ഞാൻ കൊന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായിപ്പോയി കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അപ്പോൾ അതിനകത്ത് ഞാൻ നല്ലൊരു ബെഡൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. ഈ ബെഡൊക്കെ ഇട്ടിരുന്ന ഈ പാറോലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറിയിരുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്താക്കി, അങ്ങനെ ആ ടെൻ്റെല്ലാം റൂമിനകത്ത് നിന്ന് വലിച്ചെടുത്ത് ഇപ്പോൾ ഞാൻ പുറത്തിട്ടിട്ട് റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് ഈ ടെൻ്റെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫുള്ള് ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ട് ഞാനാണെങ്കിൽ റൂമിൽ എനിക്ക് ഒരാഴ്ചയ്ക്ക് അകത്തേ ആയിട്ടുള്ള ഒരു റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അലമാര അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, കട്ടിൽ തിരിച്ചിടുന്നു മറിച്ചിടുന്നു, എൻ്റെ സ്ഥിരം പരിപാടി ഇത് കേട്ടോ. അപ്പോൾ ഈ കട്ടിൽ ഇന്ന് ഇവിടെ കിടക്കുകയാണ്, ഈ കട്ടിലെടുത്ത് നാളെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും. ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പം ഞാനിവിടെ റൂമിനകത്ത് ഇതിൻ്റെ പേരിൽ യുദ്ധമാണ് കേട്ടോ. പപ്പയ്ക്കാണ് എപ്പോഴും പണി. അപ്പോൾ ഞാൻ ഈ അലമാരയാണെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് ആ അലമാര ആ ഡോറിൻ്റെ സൈഡിൽ നിന്ന് മാറ്റിയെങ്കിലേ നമുക്ക് ഈ ടെൻ്റ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും ഇന്ന് രാവിലെ പപ്പയെ വിളിച്ചു. പപ്പ വന്നിട്ട് ഈ അലമാര ഡോറിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും നമ്മുടെ വാഷിംഗ് ഏരിയയിലോട്ട് പോകുന്നത്, അതായത് ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെ കയറുന്നതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ വീണ്ടും അലമാര തിരിച്ച് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് കിച്ചൂസിൻ്റെ സ്റ്റഡി ടേബിൾ നമ്മുടെ ഡോറിൻ്റെ അങ്ങേ അറ്റത്തോട്ട് മാറ്റിയിട്ട് മറ്റേ അലമാരി ഇരിക്കുന്നതിൻ്റെ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നതിൻ്റെ കൂടെ സെൻറ്ററിലായിട്ട് ഈ നമ്മുടെ ടെൻറ്റ് വെച്ചിട്ട് അതിനകത്ത് അവളുള്ള ആക്രികൾ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി ഒരു ചെറിയ അവൻ്റെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, ആ ബ്ലാങ്കറ്റും അതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു പില്ലോയും വെച്ച് കൊടുത്ത് 2 പില്ലോയും വെച്ച് അവൻ്റെ അത്യാവശ്യം കുറച്ച് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എൻ്റെ ടോയ്സ്. ഇപ്പം അവന് കറൻലി ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് അവൻ്റെ ചെണ്ടയാണ് കേട്ടോ. കഴിഞ്ഞ ഉത്സവത്തിനകത്ത് അതുമല്ല ഇങ്ങനെ കൂട്ടത്തിൽ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് റൂമെല്ലാം തൂത്തുവാരി എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദൈവം ഇനി പാറോലിയൊന്നും കയറാതിരിക്കട്ടെ. അപ്പോൾ അവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പിന്നെ തൂക്കാനുള്ളത് സിറ്റൗട്ട് തൂത്തു. സിറ്റൗട്ടിലൊക്കെ നല്ല കാറ്റാണ് ഇപ്പം കേട്ടോ. പകൽ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര കാറ്റാണ്. നമ്മൾ പിന്നെ എത്ര തൂത്തിട്ടിട്ടും കാര്യമില്ല, കാരണം എന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് റോഡിൽ സകലമാന പൊടികൾ സിറ്റൗട്ടിനകത്തുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തൂക്കാതിരിക്കാൻ പറ്റത്തില്ല. ആരാ എപ്പോഴാണ് കയറി വരുന്നത്, നല്ല മനുഷ്യന്മാരില്ല, ആർക്ക് എന്താ എപ്പോഴാണ് പറ്റുകയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കഴിവത് ഞാൻ മാക്സിമം വീട് നല്ല ക്ലീൻ ചെയ്ത് തന്നെയാണ് പോകുന്നത് കേട്ടോ. പാത്രം എപ്പോഴും കഴുകി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ക്ലീൻ ചെയ്ത് തന്നെ പോകും. പിന്നെ എനിക്കിപ്പോൾ ഒരുപാട് തൂക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഈ വീഡിയോ എൻ്റെ ഡോക്ടർ കണ്ട എന്നെ അവരെടുത്ത് കിണറ്റി കൊണ്ടിടും. കാരണം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തൂക്കാൻ പാടില്ല, വരാൻ പാടില്ല, പൊടി അടിക്കാനേ പാടില്ല, എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഇവിടെ മമ്മിക്കൊന്നും തൂക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെയൊക്കെ സൗകര്യങ്ങൾ ഞാൻ നോക്കിയിരുന്ന വീട് അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. കാരണം മമ്മിക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് തൂക്കാൻ പറ്റത്തില്ല, വയ്യാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ രാവിലെ അങ്ങ് തൂത്തുവാരും. മിക്ക സമയങ്ങളിലും ഞാനിങ്ങനെ ഒന്നെങ്കിൽ മാസ്ക് അല്ലെങ്കിൽ തോർത്തിട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷേ പെട്ടെന്നുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ ഇതൊക്കെ സാധനങ്ങൾ വെക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് രാവിലെ അങ്ങനെയൊന്നും കെട്ടിയില്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തൂത്തൊക്കെ ഒന്ന് വാരി ചുറ്റോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഹാള് വഴി വന്ന് റൂമുകളൊക്കെ ഒന്നും കൂടെയൊക്കെ ഒന്ന് തൂത്ത് വാരി. ഇന്ന് തുടച്ചിട്ടില്ല കേട്ടോ, കാരണം 2 ദിവസം മുമ്പ് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തുടയ്ക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ അതൊക്കെ ഹോളൊക്കെ ഒന്ന് തൂത്തുവാരി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ കുട്ടി അടുക്കളയും കൂടെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. പിന്നെന്താ വലിയൊരു അടുക്കളയിലും ഒക്കെ ഒന്ന് തൂത്തുവാരി. മിറ്റം ഞാൻ മാക്സിമം തൂക്കാറില്ല കേട്ടോ, പപ്പയാണ് സത്യം പറഞ്ഞാൽ തൂക്കാറ്, ഞാനല്ല. പപ്പ ഇനി 2 ദിവസം കഴിയുമ്പോൾ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ ആര് തൂക്കുമെന്നുള്ള വിഷമത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ.